വലിയ ബുദ്ധിമാനെ പോലെ സംസാരിക്കുന്നു. 12 പേരെ ചുട്ടുകൊന്നില്ലേ? അവരെ ജീവനോടെ പിടിച്ചിരുന്ന എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയേനെ? ഒരു ഇൻഫർമേഷനും കിട്ടില്ലായിരുന്നു. കാരണം അവർക്ക് തന്നെ പ്ലാനിങ് എന്താണെന്ന് അറിയില്ല. ഒരു കാര്യം പറയട്ടെ, ആ 12 പേർക്കും അന്യോന്യം ആരെയും തിരിച്ചറിയില്ല. അങ്ങനെയാണോ? അവരെല്ലാം സ്ലീപ്പർ സെൽസാ. ഇവരുടെ ഹെഡായിട്ട് ഒരാളോ അല്ലെങ്കിൽ 2-3 പേര് ചേർന്ന് പ്ലാൻ ചെയ്യും. അവരുടെ ഓർഡർ അനുസരിച്ച് സ്വന്തം ജീവൻ പോലും കളയാൻ തയ്യാറാണ് ഈ സ്ലീപ്പർ സെൽസ്. സപ്പോസ് അതിലൊരുത്തനെ പിടികൂടിയാൽ പോലും അവൻ മൂലം ഒരു കാര്യം അറിയാൻ കഴിയില്ല. അപ്പോൾ സ്ലീപ്പർ സെൽസ് ഓർഡർ കിട്ടുന്നവരെ സാധാരണ മനുഷ്യനെ പോലെയാണ് ജീവിക്കുന്നത്? അതെ, വർഷങ്ങളോളം അവർ വെയിറ്റ് ചെയ്യും. അപ്പോൾ അവരെ മൊത്തമായി നശിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ലേ? നശിപ്പിക്കാൻ കഴിയില്ല, ഒരു പരിധി വരെ തടയാൻ കഴിയും. ആ സ്ലീപ്പർ സെൽസിന് ഓർഡർ കൊടുക്കുന്ന മെയിൻ ആളെ കണ്ടുപിടിച്ച് നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം ജീവിതകാലം വരെ ഓർഡർ വരും വരും വരുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് ചുമ്മാതിരിക്കും. അത് ശരിയാടാ. ഓർഡർ കൊടുക്കുന്ന നേതാവിനെ എങ്ങനെ കണ്ടുപിടിക്കുന്നേ? അവനെ ഞാൻ അന്വേഷിച്ചുകൊണ്ട് ആവശ്യമില്ല, അവൻ എന്നെ അന്വേഷിച്ച് തീർച്ചയായിട്ടും വരും. നമ്മളെ 12 പേരെ കൊന്നപ്പോൾ അവൻ ഇവിടേക്ക് തീർച്ചയായിട്ടും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുമെന്നൊന്ന് കണക്ക് കൂട്ടിയതാണ്. ഞാൻ വിചാരിച്ച പോലെ തന്നെ അവൻ വന്നിരിക്കും. എന്റെ പൊന്നെ, കൊള്ളാവല്ലോ. അതല്ലടാ, അവനെ പോലൊരുത്തനെ മുംബൈ നഗരത്തിൽ എവിടെ പോയി കണ്ടുപിടിക്കാനാ? നമ്മൾ ഈ 12 പേരെ കൊന്നപ്പോൾ എന്തെങ്കിലും ഒരു പിഴവ്, ക്ലൂ നമുക്ക് സംഭവിക്കാം. അതിലൂടെ അവൻ പുറത്തു വരും. അതെന്താണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചാൽ അവൻ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അവനെ പിടിക്കാൻ കഴിയും. അപ്പൊ അവൻ ഏത് റൂട്ടിലാ വരുന്നെന്ന് ആലോചിച്ച് നോക്ക്. പല കളറുള്ള ഒരു ചതുരക്കട്ട കൈവച്ചിട്ടില്ലേ? അത് തേങ്ങാ തിരുമുന്ന പോലെ തിരിച്ച് ആലോചിക്ക്. എടാ ജഗ അറ്റൻഡ് ചെയ്യില്ലേ? അവളായിരിക്കും. എടാ നിന്നോടാ പറഞ്ഞ സംഗതി ആ കൊള. ഹലോ, നിനക്കൊരു ഷോക്ക് ന്യൂസ്. തുടങ്ങിയല്ലേ? ഞാനൊന്നും തുടങ്ങിയതല്ല. നിന്റെ സീനിയർ ഓഫീസർ നമ്മളെ 2 പേരെയും വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അർജന്റ്. ഞാൻ വരുന്നു. എടാ ജഗ, ഇത് തെറ്റാണടാ. ഇവിടെ സീരിയസ് ആയ ഒരു കാര്യം നടക്കുക. നീ എന്താ ചെയ്യുന്നേ? ആ പെണ്ണിന്റെ പുറകെ പോകാതെ ഇതിനെ കുറിച്ചൊന്ന് ആലോചിക്കേ. എടാ ജഗ, നിങ്ങൾ 2 പേരോടും ഞാൻ 2 ഷോക്കാകുന്ന വിഷയം പറയാൻ പോവാ. ആദ്യം ജഗദീഷിനോട്. അന്ന് നീ കണ്ട പെണ്ണില്ലേ ശ്വേത, അവക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞടാ. എന്തു പറ്റി? ഷോക്കായതാ. ഓക്കെ 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 ഓക്കെ. ഇനി നിനക്ക് ഷോക്ക് ഉണ്ടാകുന്ന വിഷയം പറയുന്നതിന് മുമ്പായി നീ ഒരാളെ മീറ്റ് ചെയ്യണം. 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യണേ, ഞാനിപ്പോൾ വരാം. ഓക്കെ. അയ്യോ, നീ എന്തിനാ ചിരിച്ചേ? അതല്ല, ഞാൻ ആ മാറ്ററിന്റെ അടുത്തൊന്ന് രക്ഷപ്പെട്ടില്ലേ, അതോർത്ത് ചിരിച്ചതാ. അല്ല, നീ എന്തിനാ ചിരിച്ചേ? ഒരു മാറ്ററിനെ നിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? ചിത്ര, വാ മോളൂ. ഇവൾ ഏത് വെബ്സൈറ്റ് ആണെന്ന് അറിയില്ലല്ലോ. എൻ്റെ അമ്മാവൻ്റെ മോള് ചെറുപ്പം മുതലേ എന്നെ പ്രേമിക്കുകയായിരുന്നു. എന്നാ ഞാനതറിഞ്ഞില്ല. ഇപ്പൊ ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന വിവരം അറിഞ്ഞ് സൂയിസൈഡ് അറ്റംപ്റ്റ്. വാ ഇരിക്കും മോളെ. പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് വലിയ പ്രശ്നമായി പോയി. എന്തായാലും ഞാനൊന്ന് തീരുമാനിച്ചു. ഐ ആം സോ സോറി. ഞാൻ ഇവളെ തന്നെ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചു. ഈ വിഷയം നിന്റെ മനസ്സിനെ എത്രത്തോളം വേദനിപ്പിക്കുമെന്ന് എനിക്കറിയാം. എന്നാ നിന്റെ മനസ്സിൽ മോഹം ഉണർത്തിയത് എന്റെ തെറ്റ്. ഇതെല്ലാം ജീവിതത്തിൽ നടക്കാറുള്ളതാ. ഓക്കെ, ഇപ്പൊ ഞാൻ 2 പേരോട് ഒരു കാര്യം ചോദിക്കാൻ പോവാ. നീ കല്യാണം കഴിക്കണമെന്നുള്ള മോഹവുമായിട്ടാണ് മുംബൈ വന്നത്. നീ ഒരു മിലിറ്ററിക്കാരനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. എന്നാ നിങ്ങൾക്ക് 2 പേർക്കും കല്യാണം കഴിച്ചാൽ എന്നെ നീ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ 2 പേരും സ്നേഹിച്ചു എന്നല്ലാതെ അവളുടെ ദേഹത്തിന്റെ വിരല് പോലും ഇതുവരെ തൊട്ടിട്ടില്ല.
ഞാൻ നിന്നെ ടച്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ചോദിച്ചോക്ക്. ഇല്ല. നിനക്കെന്നെ മറക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. സുന്ദരനായി ജനിച്ചത് എൻ്റെ തെറ്റാണ്. ഒന്നുമില്ല. ഓ, ഇവനൊരുത്തൻ ഏത് നേരവും ശരി. അയ്യോ. നിഷ, ഓൾ ദി ബെസ്റ്റ്. ബൈ. ബൈ. പോ. നിഷ, എന്നെ കിട്ടിയില്ലെന്നോർത്ത് ഇവള് ചെയ്ത പോലെ അങ്ങനെയുള്ള ഒരു തീരുമാനവും നീ എടുക്കരുത്. പ്രോമിസ്? പ്രോമിസ്. ഓക്കെ. ബൈ. പോ. എന്തുപറ്റി? വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേറ്റാ. ഡേറ്റിങ്ങിന്റെ റൂൾ തന്നെ ഫസ്റ്റ് ടൈം ബോയ് ഫ്രണ്ട് എന്ത് ചോദിച്ചാലും മറുത്തൊന്നും പറയാതെ കൊടുക്കണം. ഓ, അത് ഓർക്കുമ്പോഴൊരു പേടി. ചേച്ചേ, അല്ലെങ്കിൽ തന്നെ പാർട്ടി അത് ഇതെന്നും പറഞ്ഞ് ഒരുപാട് കാശ് ചെലവായി. എനിക്കൊന്നും വേണ്ട, പേടിക്കണ്ട. അതല്ല, നീ പെട്ടെന്ന് എന്നോട് കിസ് തരാൻ പറയുകയാണെങ്കിൽ എനിക്കത് പറ്റില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. തന്നല്ലേ പറ്റുള്ളൂ. അതെ, എനിക്ക് കിസ് വേണം. കിസ് വേണം. അയ്യോ, ഞാൻ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. കമോൺ, കിസ് താ. എനിക്ക് എങ്ങനെയാ കിസ് ചെയ്യണ്ടെന്ന് അറിയില്ല. നീ കണ്ണടയ്ക്ക്, ഞാൻ പഠിപ്പിക്കാം. ഹലോ. അവൻ ഏത് റൂട്ടിലൂടെ വരുന്നെന്നുള്ള ക്ലൂ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അല്ല, നമ്മൾ ചർച്ചിലുണ്ടായിരുന്നു. അവൻ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ആ 12 പേരുടെയും ഷൂട്ടൗട്ടിലുള്ള ഒരേ സിമിലാരിറ്റി ആ ഡ്രസ് കോഡാണ്. അവൻ ബുദ്ധിമാനാണ്, നേരെ ചർച്ചിലേക്കായിരിക്കും വരിക. വേഗം പോ. നടന്ന എല്ലാ ഫംഗ്ഷനും വെച്ച് നോക്കുമ്പോൾ ഈ ചർച്ചിൽ നടന്ന കല്യാണം മാത്രമാണ് നമുക്ക് അനുയോജ്യമായി മാറിയിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ കല്യാണ ചെറുക്കൻ ഒരു ആർമിമാനാണ്. The name of the bridegroom is William Martin Joel. Can we have this address, please? Yes. Yes. Is this Joel's house? Yes, it is. We are from the army too. His batchmates. Oh yeah, come Yeah. come inside. Joel is on his honeymoon. You could have contacted him on But his his mobile. phone was out of reach, Oh, uncle. I'm sorry. Thank Please you very come. much, Please be uncle. seated. Please. This is Joel's mother. Oh. She can't speak. Oh, I'm so sorry. Please sit down. I brought a gift for Joel. Oh, very kind of you. Thank you so much. Thank you. What would you like to have? No, thank you, uncle. Uncle, can I see Joel's wedding album? Oh, of course. I'll just bring it. Excuse me. I'll bring it. വാട്ട് മാൻ? പിന്നല്ലാതെ ആരെങ്കിലും അഡ്രസ് ചോദിച്ചാൽ ഉടനെ അങ്ങ് പറയൂ. അർഹതയുള്ളവരോട് ഫോൺ ചെയ്ത് ചോദിക്കണ്ടേ? അതിനൊന്നും സമയമില്ല. ലെറ്റ്സ് ഗോ. This is Joel's school teacher. And this is Joel's cousin. They are all Joel's campmates.
അങ്കിൾ ഇതിൽ മൊത്തം 5 ടീമുണ്ടല്ലോ. He has been to 5 camps, so there are 5 teams. Can you get me one coffee? Oh, yeah, I'll get you. അവസാനം ഇവിടെ സ്റ്റക്കായല്ലോ. ഈ 5 ടീമിൽ ഏത് ടീമാണെന്ന് എങ്ങനെ കണ്ടെത്തും? ഞാൻ കണ്ടുപിടിക്കാം. Here is your coffee, my boys. Thank you. How do you like the pictures? വെരി നൈസ്. I didn't expect you so early. I didn't get medicines These at are all. Joel's batchmates. They couldn't come to the wedding. Welcome. Greet them. I'm Noel, Joel's brother. I leave them Hi. to you. യാ ഹായ്. Did you give them coffee? Yeah, I just Thank did. you very much for coming. ജോയലിന്റെ കൂടെ ഏത് ക്യാമ്പിലാണ് വർക്ക് ചെയ്തത്? കശ്മീർ. കാശ്മീർ. ഏത് വർഷമാ? 2005. 2005-ൽ അവൻ ഡൽഹിയിലായിരുന്നല്ലോ. അതിനുശേഷം അവൻ കാശ്മീരിൽ വർക്ക് ചെയ്തിട്ടില്ല. നിങ്ങളുടെ ID കാർഡ് ഒന്ന് കാണിക്കാവോ? Can you show me your ID card? Show me. Where is your ID card? पापा, इसे बिना किसी को भी अंदर आने देंगे? काम के बारे में पूछा, इन लोगों को पता भी नहीं. मुझे स्मार्ट लॉकर्स से नफरत है. Show me. I have a message for him. അവൻ ഞാൻ വിചാരിച്ചതിനേക്കാളും ഫാസ്റ്റാണ്. ഇതെന്താടാ എല്ലാത്തിലും മാർക്ക് ചെയ്തിരിക്കുന്നത്? 5 ടീമിൽ നിന്നും ഏത് ടീമാണ് അറ്റാക്ക് ചെയ്തതെന്ന് അറിയുവാൻ വേണ്ടി ഓരോരുത്തരെ പൊക്കാൻ പോവാ. അതാണ് ഈ മാർക്ക്. ഹലോ. हाय, आई एम कैप्टन जगदीश. इंटेलिजेंस रिपोर्ट के मुताबिक आप खतरे में हैं. आर यू सेफ? यस, आई एम ओके. श्योर? कोई प्रॉब्लम नहीं? जस्ट बी केयरफुल, ओके? अगर कुछ प्रॉब्लम हुआ तो कॉल मी. दिस इज माय Okay. नंबर. आर यू ओके? हाँ बिल्कुल ठीक है, मैं बिल्कुल सेफ हूँ. मैं ठीक हूँ. कुछ प्रॉब्लम हुआ तो डेफिनेटली आई विल कॉल यू. ओके. എന്താടാ അവൻ മാർക്ക് ചെയ്ത് എല്ലാരും വളരെ സേഫ് ആണല്ലോ അല്ലേ? അതാണ് സൂക്ഷിക്കേണ്ടത്. നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ വേറെ പ്ലാൻ അവർ ചെയ്യുന്നുണ്ടെന്നർത്ഥം.